എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഇതെല്ലാം GS3 റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അല്ല സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് 2 ന്യൂസുണ്ട്, മെയിൻസ് പെർസ്പെക്റ്റീവിൽ 2 ന്യൂസുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസാണ്. രുദ്ര M2 ഒരു എയർ ടു സർഫേസ് മിസൈലാണ്. അതിൻ്റെ ടെസ്റ്റ് സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു ന്യൂസായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഈ രുദ്ര M2 എന്ന് പറയുന്ന മിസൈൽ എന്താണ് എന്ന് നോക്കും. അതുപോലെ തന്നെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനൊരു മിസൈൽ കേപ്പബിലിറ്റി ഇന്ത്യക്ക് വരുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കൂടി നോക്കും. ഇത് GS3 സയൻസ് ആൻഡ് ടെക്നോളജി ഡിഫൻസ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ് ഈസ് ക്രൂഷ്യൽ ഫോർ സെൽഫ് റിലയൻസ് ഇൻ സയൻസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇത് ജേർണൽ പബ്ലിഷിങ്, അതുപോലെ തന്നെ S&T റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ പോരായ്മകൾ, അതുപോലെ തന്നെ നമ്മുടെ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ R&D ഡെവലപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ R&Dയുടെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ GDPയുടെ അല്ലെങ്കിൽ ബഡ്ജറ്റിനൊക്കെ 0.6% മാത്രമാണ് നമ്മുടെ R&Dയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നൊരു വാല്യൂ. ഓക്കെ, അത് GS3 സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ആൻ ഓവർവ്യൂ ഓഫ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻ ഓവർവ്യൂ ഓഫ് അമൃത് സ്കീം. അമൃത് സ്കീം എന്ന് പറയുന്നത് ഏർബൻ ഏരിയാസിൽ ഉള്ള റീജനുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അതെന്ന് വെച്ചാൽ GS3 എക്കണോമി സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. പിന്നെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ന്യൂ ജെൻ അൺവെയിൽസ് ലുമ്യൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്റീവ് AI ആണ്. അത് ബാങ്ക്സിന് വേണ്ടിയിട്ടുള്ളൊരു ജനറേറ്റീവ് AI ആണ്. നമുക്കറിയാം കുറേ AI ടൂൾസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. കാരണം ചിലപ്പോൾ UPSC പേരുകൾ വെച്ച് ചോദിക്കും. ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ഇതെന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ UPSC പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലുമ്യൻ എന്താണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. GS3 സയൻസ് ആൻഡ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് രുദ്ര M2 എയർ ടു സർഫേസ് മിസൈലാണ്. അതിൻ്റെ ടെസ്റ്റ് സക്സസ്ഫുൾ ആയെന്നാണ് ഇത് വരുന്നത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് DRDO എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഓർഗനൈസേഷൻ ഈ വെനസ്ഡേ ഒരു ഈ എയർ ടു സർഫേസ് മിസൈലിൻ്റെ ടെസ്റ്റ് സുഖായി 30 MKI ഫൈറ്റർ, ഇതാണ് നമ്മുടെ മെയിൻ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത്, സുഖോയി MKI. അതിൽ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു ഇത് വരുമ്പോഴേക്കും നമ്മളൊരു എയർ ടു സർഫേസ് മിസൈൽ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അങ്ങനൊരു ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് ഡിഫെൻസിലുള്ള സക്സസ് നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതുമ്പോഴേക്കും കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. അതാണ് ഒന്നെന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് രുദ്ര M2 മിസൈൽ ഈസ് പാർട്ട് ഓഫ് ഇന്ത്യാസ് എഫേർട്സ് ടുവേർഡ്സ് അച്ചീവിങ് സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ്, അതായത് ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ്. ഓക്കെ, ദിസ് ടെസ്റ്റ് ഹൈലൈറ്റ്സ് DRDO's commitment to developing cutting-edge indigenous technologies and reducing dependence on foreign sources for critical defense equipment. ഓക്കെ, ഇത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മിസൈലാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ആണ്. സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ദ രുദ്ര M2 മിസൈൽ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ ദ മോഡേണൈസേഷൻ എഫേർട്സ് ഓഫ് ദ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മിസൈലിൻ്റെ ന്യൂസ് വരുമ്പോഴേക്കും നിങ്ങൾ നോക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിസൈൽസുകളാണ്. നമുക്ക് ബ്രഹ്മോസ് ഉണ്ട്, ആകാശുണ്ട്, പൃഥ്വിയൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ ആകാശ് ന്യൂസിലുണ്ടായിരുന്നു. ആകാശ് ന്യൂസിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ അർമേനിയയ്ക്ക് നമ്മൾ ആകാശ് മിസൈൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതാണ്. ആകാശ് മിസൈലുണ്ട്, ബ്രഹ്മോസ് ഉണ്ട്, പിന്നെ നിർഭയുണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിസൈലുണ്ട്. പിന്നെ അഗ്നി സീരീസുകളെല്ലാം നോക്കുക. അപ്പോൾ അതിൻ്റെ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റോക്കറ്റും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൂസ് മിസൈൽ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ക്രൂസ് മിസൈൽ ഏതൊക്കെയാണ് നോക്കണം. അതുപോലെ ക്രൂസ് മിസൈലിൽ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡിഫറൻസുകൾ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് അനുസരിച്ച് സബ്സോണിക്, സൂപ്പർസോണിക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഡിഫറൻസുകളെല്ലാം നമ്മൾ നോക്കി പോകണം. ഓക്കെ, ഇതെല്ലാം ഞാൻ ഓൾറെഡി DNA പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒരു DNA ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മിസൈലിൻ്റെ പ്രൊജക്ഷൻ്റെയും
പ്രൊജക്ഷൻ പാറ്റേൺ അനുസരിച്ചുള്ള ഡിഫറൻസുകൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇൻഡിജിനസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദ രുദ്ര M2 മിസൈൽ ഇൻകോപ്പറേറ്റ്സ് അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ ഗൈഡൻസ് ആൻഡ് control systems developed indigenously by DRDO ആണ്. Successful test validates these critical technologies and paves the way for their integration into other indigenous defense systems. അതായത് ഇൻഡിജിനസ്ലി ബിൽഡ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ രുദ്ര M2 എന്ന് പറയുന്ന മിസൈൽ. അതിൻ്റെ ഇൻഡിജിനസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ ഇതൊരു ക്രൂഷ്യൽ പാർട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ് ഈസ് ക്രൂഷ്യൽ ഫോർ സെൽഫ് റിലയൻസ് ഇൻ സയൻസ്. ഓക്കെ, ഈ ഓപ്പൺ ആക്സസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഇന്ത്യയുടെ കേസിൽ നമുക്കറിയാം ഒത്തിരി സയൻറ്റിഫിക് റിസർച്ച് ഔട്ട്പുട്ട്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് എന്താണ് ഈ യൂണിവേഴ്സിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ നല്ലപോലെ കൂട്ടുന്നുണ്ട്. സ്കോളറി ആർട്ടിക്കിൾസ് നമ്മൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് എസെൻഷ്യൽ റിസോഴ്സസ് ലൈക്ക് അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സഫിസ്റ്റിക്കേറ്റഡ് ലാബ്സ് നമുക്ക് കാണത്തില്ല. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ജേർണൽ ആക്സസ് നമുക്ക് കാണത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള അതായത് ഈസ് ഓഫ് ഡൂയിങ് സയൻസ്, ഇത് ഇവിടുത്തെ ഒരു കീവേഡാണ്. ഈസ് ഓഫ് ഡൂയിങ് സയൻസ് നമ്മുടെ മെനി ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത് ഭയങ്കര പുറകോട്ടാണ്. ഓക്കെ, ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഐസ്റ്റെം അല്ലെങ്കിൽ മാപ്പിംഗ് റിസർച്ച് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഉണോസ് എന്ന് പറയുന്നത് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ, ഇത് ഈ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ അതിന് ഉള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതെങ്ങനെയാണ് ഈ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ട ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ് മൂവ്മെൻ്റ് ആണ്. ഓപ്പൺ ആക്സസ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഗ്രിഡ് സിസ്റ്റം ഒക്കെ പ്ലാൻ ചെയ്തതാണ്. അതായത് കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ ഡേറ്റ എസ്പെഷ്യലി ഈ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഒക്കെ ഷെയർ ചെയ്യേണ്ട ഒരു പോർട്ടൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് ന്യൂസിൽ വന്നായിരുന്നു. ഓക്കെ, ഇപ്പം ദ ഗ്രോയിങ് ഗ്ലോബൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് വെയർ റിസർച്ച് ആർട്ടിക്കിൾസ് ആർ ഫ്രീലി അവൈലബിൾ ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ദ നെസസിറ്റി ഓഫ് കോസ്റ്റ്ലി സബ്സ്ക്രിപ്ഷൻ ടു കൊമേഴ്ഷ്യൽ ജേർണൽസ്. അതായത് നമുക്കറിയാം ഒരു R&D അല്ലെങ്കിൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ചെയ്ത് അത് കൊണ്ടുവരുവാണെങ്കിൽ ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകത്തില്ല, അതിലൊരു ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലല്ലാതെ ഒരു ഓപ്പൺ ആക്സസ് നെറ്റ്വർക്ക് ഇതിനെല്ലാം, അതായത് ഓരോ രാജ്യത്തിൻ്റെയും സ്കോളർലി ആർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് അതിന് ഈസി ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഇവിടുത്തെ R&D ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ഇവിടുത്തെ ടെക്നോളജി നമ്മൾ വേറൊരു കൺട്രീസിൽ ഷെയർ ചെയ്തിട്ട് അവർക്ക് ഉള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്. പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഡേറ്റ പോലെ നമുക്ക് എടുത്താൽ മതി. വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് റിസർച്ച് ഓൾറെഡി ആക്സസിബിൾ ടു ഓപ്പൺ ആക്സസ് പ്ലാറ്റ്ഫോംസ്, ദ റാഷണൽ ഫോർ എ യൂണിഫൈഡ് costly subscription model like one nation one subscription seems less compelling, especially when India spends around 1,500 crore annually on a journal subscriptions. ഓക്കെ, നമുക്ക് ഈ ഓപ്പൺ ആക്സസ് ഫോറം അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഈ വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് തന്നെ ഏകദേശം 1,500 കോടിയാണ് നമ്മൾ ഒരു വർഷം ഈ ജേർണൽ സബ്സ്ക്രിപ്ഷന് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ആക്സസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. അവിടെ ഒരു കോസ്റ്റ് കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒളിഗോപൊളിസ്റ്റിക് പബ്ലിഷിംഗ് മാർക്കറ്റ്, അതായത് ഇതെന്ന് പറയുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയാസിലുള്ള ആൾക്കാർ, എസ്പെഷ്യലി ഗ്ലോബൽ നോർത്ത്, നമുക്കറിയാം ഗ്ലോബൽ നോർത്ത് ഉണ്ട്, ഗ്ലോബൽ സൗത്ത് ഉണ്ട്. ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ പാർട്ട് വരുന്നതാണ്. യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസൊക്കെ ഗ്ലോബൽ നോർത്ത്, ഒരു റിച്ചസ്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഒരു ഇതാണ് ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കണോമിക് ഡിസ്പാരിറ്റിയാണ് ആക്ച്വലി ഈ ഡിവിഷൻ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഗ്ലോബൽ നോർത്തിലുള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ ഭയങ്കര ഫ്യൂ ആയിട്ടുള്ള പവർഫുൾ പബ്ലിഷേഴ്സ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സിനെ ചാലഞ്ചും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ലോങ് ടേം പ്രിസർവേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഈ നമുക്കിപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ആക്സസും ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവർ എടുത്ത് കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിസർച്ച് പേർപ്പേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ള ആക്സസ് ഡിനൈഡ് ആയിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ R&Dക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ അവിടെ ഒരു ഹിൻഡ്രൻസ് വരാനായിട്ട് പറ്റും. പിന്നെ ഗ്രീൻ ഓപ്പൺ ആക്സസ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ട്
promoting and enforcing practices of depositing author-accepted manuscripts in publicly funded open access repositories. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ സെൽഫ് റിലയൻസ് ആൻഡ് ഗ്ലോബൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ബൈ സ്ട്രെങ്തനിങ് ഇറ്റ്സ് ഓൺ ജേർണൽ സിസ്റ്റം വിത്ത് നോ ഓത്തർ ഓർ റീഡർ ഫീസ് ആൻഡ് ലെവറേജിങ് ഡിജിറ്റൽ ടെക്നോളജീസ്, ഇന്ത്യ ക്യാൻ ബിക്കം സെൽഫ് റിലയൻറ്റ് ആൻഡ് എ പയോനിയർ ഫോർ ദ ഗ്ലോബൽ സൗത്ത് ഇൻ പ്രൊവൈഡിങ് ലോ കോസ്റ്റ് ഹൈ ക്വാളിറ്റി സയൻറ്റിഫിക് പബ്ലിഷിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഇതിൽ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ത്യാസ് ലീഡർഷിപ്പ് ആസ് എ ഗ്ലോബൽ സൗത്ത് പ്ലെയർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ എഴുതുമ്പോഴേക്കും ആ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ democratization of scientific knowledge is crucial for fostering innovation, collaboration and progress by embracing open access principles, promoting green open access practices and developing a robust self-reliant publishing ecosystem. India can overcome the barriers of accessibility and affordability, empowering its research community and contributing to the global knowledge economy. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, അതായത് റിസർച്ച് പേപ്പർ ആക്സസ് അല്ലെങ്കിൽ പബ്ലിഷിംഗ് അല്ലെങ്കിൽ R&Dയിലുള്ള സബ്സ്ക്രിപ്ഷനെ കുറിച്ചോ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണ്, സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ഇതിനൊരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്കറിയാം ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റൈസേഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവേഷൻ, കൊളാബറേഷൻ ആൻഡ് ഓഫ് ഡിഫറെൻറ്റ് അതോറിറ്റീസ് ഉണ്ട്, പിന്നെ പ്രൊമോട്ടിങ് ഗ്രീൻ ഓപ്പൺ ആക്സസ് പ്രാക്ടീസസ്, സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിഷിംഗ് സിസ്റ്റം കൊണ്ടുവരിക. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യനെ ഒരു ഗ്ലോബൽ സൗത്തിലെ ഒരു ലീഡിങ് പ്ലെയർ ആക്കുക. ഇതിൽ ഈ ജേർണൽ പബ്ലിഷിംഗ് എക്കണോമിയിൽ ഉള്ളൊരു ലീഡിങ് ആളാക്കിയിട്ട് എന്താണ് ബാക്കിയുള്ളവർക്കും കൂടി എംപവർമെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ എടുക്കുമ്പോഴേക്കും ആൻ ഓവർവ്യൂ ഓഫ് അമൃത് സ്കീമാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ നല്ലപോലെ അർബനൈസേഷൻ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ 36% ഓഫ് പോപ്പുലേഷൻ ആക്ച്വലി ഇപ്പോൾ സിറ്റീസിലാണ് വരുന്നത്. അപ്പോൾ അത് 2047 ഒരു 50% ആകുമെന്നാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിമാൻഡ്, അർബനൈസേഷനിലെ ഡിമാൻഡ് വരുമ്പോഴേക്കും അർബൻ ഇൻഫ്രാസ്ട്രക്ചറും അതനുസരിച്ച് മാറ്റണം. ഓക്കെ, അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം ഒരു $840 ബില്യൺ റിക്വയർമെൻ്റ് ആണ് നെക്സ്റ്റ് 15 ഇയേഴ്സിൽ ഈ ഒരു ബെയർ മിനിമം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അടൽ മിഷൻ ഫോർ റീജനറേഷൻ ആൻഡ് ഏർബൻ ട്രാൻസ്ഫോർമേഷൻ, അതായത് അമൃത് സ്കീം, ഈ ഒരു നീഡിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് NDA ഗവൺമെൻറ് ഇറക്കുന്നത്. പിന്നെ 2021 ഇത് പിന്നെ 2.0 കൂടി ഇറക്കി, സെക്കൻഡ് വെർഷനും കൂടി ഇറക്കി. ഈ ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഗവൺമെൻറ് ഈ സ്കീം ഇറക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ പ്രോഗ്രസ്സും എന്താണെന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഒരു എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി ഒക്കെ റിലേറ്റഡ് ആയിട്ട് GS3 റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് അർബനൈസേഷനോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഷിഫ്റ്റ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അർബൻ അല്ലെങ്കിൽ അമൃത് സ്കീം. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവും പ്രോഗ്രസ്സും എന്ന് പറയുമ്പോഴേക്കും ദ അമൃത് മിഷൻ എയിം ടു എൻഷുർ യൂണിവേഴ്സൽ ആക്സസ് ടു പൈപ്ഡ് വാട്ടർ സപ്ലൈ, sewerage connections and develop green spaces and public transportation facilities across 500 cities and towns. ഓക്കെ, അപ്പോൾ അതിൻ്റെ എയിം ഇത്രയായിരുന്നു. പൈപ്ഡ് വാട്ടർ സപ്ലൈ വേണം, പിന്നെ സുവേജ് കണക്ഷൻസ് വേണം, ഡെവലപ്പ് ഗ്രീൻ സ്പേസസ്, അതായത് പാർക്സും അതുപോലെ തന്നെ ഓപ്പൺ ഏരിയാസും ക്രിയേറ്റ് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതായത് ഇന്ത്യയിലുള്ള 500 സിറ്റീസ് ആൻഡ് ടൗൺസിൽ ഇത്രയും ഫെസിലിറ്റീസ് കൊണ്ടുവരണം. അപ്പോൾ കേരളത്തിലുള്ള മിക്ക ഏരിയാസിലും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ സ്പേസ് കാണും, ഒരു ചെറിയൊരു പാർക്കെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ വൈൽ ദ സ്കീം ഹാസ് മെയ്ഡ് ടു പ്രോഗ്രസ് ഇൻ പ്രൊവൈഡിങ് ടാപ്പ് വാട്ടർ കണക്ഷൻസ്, has made progress in providing tap water connections, sewage lines, LED street lights and developing parks, the overall targets എന്ന് പറയുന്നത് ഇപ്പോഴും അൺഫുൾഫിൽഡ് ആണ്. ആസ് ഓഫ് May 2024 only around 83,357 crore മാത്രമാണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. ഇത് 2 ലക്ഷത്തി ഏകദേശം 3 ലക്ഷം കോടി ആണ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അതിൽ ഇത്രയും രൂപയെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇമ്പാക്ട് ഓൺ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് ആണ്.
അത് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നെങ്കിലും എന്താണ് ഡിസീസ് ബേർഡൻ, അതായത് ഇൻഅഡിക്വേറ്റ് വാട്ടർ, സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹൈജീൻ ഇല്ലാത്തതിൻ്റെയൊക്കെ കാരണം ഉള്ള ഈ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇവിടെ നടന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇത് കാരണം തന്നെ ഏകദേശം 2 ലക്ഷം പേര് മരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അൺട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ആൻഡ് വേഴ്സണിങ് എയർ ക്വാളിറ്റി ഇൻ അമൃത് സിറ്റീസ് എന്ന് പറയുന്നത് അതൊരു സിവിയർ ഹെൽത്ത് റിസ്ക് ആണ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ആണ്. പിന്നെ ഫ്ലോഡ് അപ്രോച്ച് ആൻഡ് ഗവർണൻസ് സ്ട്രക്ചർ സ്കീം അഡോപ്റ്റഡ് എ ഫ്രാഗ്മെൻറ്റഡ് പ്രൊജക്ട് ഓറിയൻറ്റഡ് അപ്രോച്ച് ആയിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് എ ഹോളിസ്റ്റിക് ഇൻറ്റഗ്രേറ്റഡ് urban പ്ലാനിംഗ് സ്ട്രാറ്റജി. ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ ഫ്രം എലക്റ്റഡ് സിറ്റി ഗവൺമെൻറ്റ്സ് ആൻഡ് urban ലോക്കൽ ബോഡീസ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴേക്കും ഈ urban ലോക്കൽ ബോഡീസിന് ഇതിൽ നിന്ന് ഉള്ള ഫണ്ട് വരുന്നതോ, അപ്പോൾ നമുക്ക് urban ലോക്കൽ ബോഡീസിൻ്റെ ഫണ്ടിങ് ആക്ച്വലി ഭയങ്കര ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണ് അവർക്ക് ഫണ്ടിങ് വരുന്നത്. അപ്പം അതിന് കുറേ ഡിസ്പാരിറ്റീസും ഉണ്ട്. ഓക്കെ, അതൊരു ഫോൾട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, പിന്നെ ഗവർണൻസ് ആൻഡ് ആർക്കിടെക്ചർ was dominated by bureaucrats, consultants and private entities, often prioritizing commercial interest over public welfare. Disconnect from ground realities. അതെന്ന് വെച്ചാൽ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ അമൃത് പ്രോജക്ട്സ് ഫെയിൽ ടു കൺസിഡർ ലോക്കൽ ക്ലൈമറ്റ് പാറ്റേൺസ്, എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിറ്റി നീഡ്സ്. അപ്പോൾ ഇതുപോലുള്ള ഇൽ പ്ലാൻഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് എന്താണ് വാട്ടർ ബോഡീസിനെ, വെറ്റ്ലാൻഡ്സിൻ്റെ ഓവറായിരിക്കും ഇവർ ചിലപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. സ്റ്റോം വാട്ടർ ഫ്ലോസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡ്രെയിനേജ് സിസ്റ്റംസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ മിസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു വേ ഫോർവേഡ് എന്താണ്? അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കി. ഇപ്പോൾ പക്ഷേ കറണ്ട് കേസ് സിനാരിയോയിലുള്ള ഇവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടു. ഇതിൻ്റെ വേ ഫോർവേഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അഡോപ്റ്റ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്, ഇൻകോപ്പറേറ്റ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് urban ഫോറസ്റ്റുകൾ, വെറ്റ്ലാൻഡ്സ്, സ്പോൺ സിറ്റീസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം, and permeable surfaces to enhance water management, mitigate urban heat islands and improve air quality. ഇതാണ് എൻവയോൺമെൻറ്റൽ ബേസ് ചെയ്ത് നമുക്ക് പറയുന്നത്. കോംപ്രിഹെൻസീവ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് വേണം, ഒരു പ്രോപ്പർ പ്ലാൻ വേണം ഈ urbanization മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതിൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. എംപവർ urban ലോക്കൽ ബോഡീസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ ഇവിടെയുള്ള urban ലോക്കൽ ബോഡീസും സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ 3 ടയർ സിസ്റ്റം ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ഡിസ്പാരിറ്റി ഇവിടെ വിസിബിൾ ആണ്. അപ്പോൾ സ്ട്രെങ്തൻ ദ റോൾ ഓഫ് urban ലോക്കൽ ബോഡീസ് ആൻഡ് എൻഷുർ മീനിങ്ഫുൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സസ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ലെഡ് ഡെവലപ്മെൻറ്റ് ആയിരിക്കണം. ഷിഫ്റ്റ് ഫ്രം കോൺട്രാക്ടർ ഡ്രിവൻ പ്രോജക്ട്സ് ടു കമ്മ്യൂണിറ്റി ലെഡ് ഇനിഷ്യേറ്റീവ്സ് ദാറ്റ് പ്രയോറിറ്റൈസ് ലോക്കൽ നോളജ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ ഒരു ഫോൾട്ട് പറഞ്ഞിരുന്നു, ഇതിൽ ലോക്കൽ ക്ലൈമറ്റിന് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാതെയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് വന്നത്. അപ്പോൾ അവിടെ ലോക്കൽ നോളജ് വേണം, ലോക്കൽ സ്കിൽസ് വേണം, ലോക്കൽ റിസോഴ്സസ് യൂസ് ചെയ്ത് വേണം. അതായത് അവിടുത്തെ ആൾക്കാർക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് തോന്നണം ദിസ് ഏരിയ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഗ്രീൻ പാർക്ക് ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്, ഇവരുടെ എഫേർട്ട് കൊണ്ട് ഇവർ പണിതൊരു ഏരിയ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലി ആ ഒരു ഏരിയ ഡിസ്ട്രോയിഡ് ആകാനായിട്ട് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി സമ്മതിക്കത്തില്ല. അപ്പോൾ ആ ഒരു ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി ഇവിടെ വരേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലൈമറ്റ് റിസൈലൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ഫാക്ടർ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് റിസ്ക്, പ്രോംപ്റ്റ് എനർജി എഫിഷ്യൻസി, പ്രയോറിറ്റൈസ് ഗ്രീൻ മൊബിലിറ്റി സൊല്യൂഷൻസ് ടു ബിൽഡ് റിസൈലൻറ്റ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി urban ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി GS3 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഇതിൻ്റെ ന്യൂസ് എന്ന് പറയുമ്പോൾ ന്യൂജെൻ അൺവീൽസ് ലുമ്യൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റീവ് AI ആണ്. അത് ബാങ്ക്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എയിംഡ് അറ്റ് എൻഹാൻസിങ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഇംപ്രൂവിങ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫ് ബാങ്ക്സ് വേൾഡ് വൈഡ്. ഓക്കെ, ഇത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇത് ഇറക്കിയേക്കുന്നത്. ലുമ്യൻ എന്നാണ് അതിൻ്റെ ഒരു പേര്. ജനറേറ്റീവ് AI ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഇതുപോലുള്ള AIസിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ AI ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. കാരണം AI റെവല്യൂഷൻ നടക്കുന്ന കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് AI, ജനറേറ്റീവ് AI ഉണ്ട്, സെൽഫ് അവെയർ AI ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AIയും കൂടി നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത് നമ്മുടെ 2020 ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. UPSCയുടെ PYQ ആണ്. നമുക്കറിയാം UPSC ആസ് എ ട്രെൻഡ്, UPSC യൂഷ്വലി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ടോപ്പിക്സുകൾ UPSC റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ DNAസിൽ നമ്മൾ PYQ തന്നെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. വിത്ത് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ എഫക്റ്റീവ്ലി ഡു വിച്ച് ഓഫ് ദ ഫോളോയിങ്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രിങ് ഡൗൺ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, ക്രിയേറ്റ് മീനിങ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സോങ്സ്, ഡയഗ്നോസ് ഡിസീസസ്, ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ, വയർലെസ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 1, 2, 3 and 5 ആണോ? ബി ഓപ്ഷൻ 1, 2, 1, 3, 4, സി ഓപ്ഷൻ 2, 4, 5, ഡി ഓപ്ഷൻ 1, 2, 3 ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് യു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് യു പി എസ് സിക്ക് ഇനിയും ഫ്യൂച്ചറിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ടൈപ്സ് ഓഫ് എ ഐ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എ ഐസിൻ്റെ പേര് ഓർത്ത് വെക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ DNA-യിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് 2 എ ഐ ടൂൾസിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. അതും കൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.